ആ എഗ്ഗാ നോർമൽ മതി. എടാ സിംഗിള് ആ അപ്പോൾ ഗുഡ് മോർണിംഗ്. ഓക്കെ, അങ്ങനെ റൂമിൽ നിന്ന് നമ്മൾ ഇറങ്ങി തൊട്ടടുത്ത ഹോട്ടലിൽ നിന്ന് നല്ലൊരു നൂഡിൽസും ഒരു ചെറിയ ചായയും കുടിച്ചിട്ട് നമ്മുടെ ഈ യാത്ര നമ്മൾ തുടരുകയാണ്. ഇനിയിപ്പോൾ കാന്തല്ലൂർ കാഴ്ചകൾ നമ്മുടെ ഈ വീഡിയോയിൽ കാണും. ഓക്കെ, റൈറ്റ് സൈഡിലെ വ്യൂ ഒരു രക്ഷയില്ലാത്ത. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ആ ഒരു മലകളിലേക്ക് ഓടി കയറാൻ തോന്നുന്നുണ്ട് കേട്ടോ. തീർച്ചയായിട്ടും അവിടെ പോയി കുറച്ച് നേരം കിടക്കണമെന്ന് നല്ല ആഗ്രഹമുണ്ട്. അത്രക്ക് ഫീലാണ് ആ ഒരു വ്യൂവിൻ്റെ. ശരിക്കും ആസ്വദിച്ച് തന്നെയാണ് കേട്ടോ ഈ ഒരു റോഡിലൂടെ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ഈ സൈഡിലുള്ള വ്യൂ കണ്ടു നോക്കും. ഞാൻ ഇടയ്ക്ക് ഈ ഒരു സൈഡിലേക്കുള്ള വ്യൂ നോക്കുമ്പോൾ ഡ്രൈവ് ഇത്തിരി ഡേഞ്ചർ ആവുന്നുണ്ട്. കെയർഫുൾ ആയിട്ട് എന്തായാലും ഡ്രൈവ് ചെയ്യാം. താഴത്തേക്ക് ഇറങ്ങാനായിട്ട് പറ്റുമെന്ന് അറിയില്ല. തോന്നുന്നു ഇവിടെ നിന്ന് ഇറങ്ങാനായിട്ടൊരു വഴിയില്ലെന്നാണ് തോന്നുന്നത്. കമ്പനി എന്തോ ആണെന്ന് തോന്നുന്നു. ഓക്കെ, ആരെങ്കിലും ചീത്ത എന്തെങ്കിലും പറഞ്ഞാൽ നമുക്ക് താഴത്തേക്ക് ഇറങ്ങി വരാം, അല്ല തിരിച്ച് കയറിപ്പോരാ.
വണ്ടി ഇവിടെ വെക്കുവാണ്. താഴത്ത് നല്ലൊരു സ്പോട്ട് കണ്ടു കേട്ടോ, ആ പാലത്തിൻ്റെ ഇടയിൽ. ഒരു മിനിറ്റ്, താക്കോലെടുക്കാൻ മറന്നു. ഓക്കെ, ആ പാലത്തിൽ നിന്ന് നമ്മൾ വന്ന ആ റൂട്ടിൽ ആ പാലത്തിൽ നിന്ന് നോക്കുമ്പോൾ താഴത്ത് ചെറിയൊരു പുഴ പോലെ കാണാൻ പറ്റുന്നുണ്ട്. അതുമാത്രമല്ല, കുറച്ച് നല്ല നല്ല ചെടികളൊക്കെ നിൽക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു നല്ലൊരു കാഴ്ച കാണാൻ പറ്റുമെന്ന് തോന്നുന്നു. അങ്ങോട്ട് പോകാനായിട്ടുള്ള വഴി ഉണ്ടോ എന്നറിയില്ല. ഓക്കെ, ആണ് നമുക്ക് വഴി പറഞ്ഞു തന്നിട്ടുണ്ട്. നിങ്ങളിത് നോക്കി, ഈ ഒരു ചെറിയ കാടിൻ്റെ ഇടയിൽ കൂടിയാട്ടോ ഞാൻ പോകുന്നത്. ഓക്കെ, ഒന്നും പറയാനില്ല. അയച്ചിട്ടിരിക്കുകയാണെന്ന് എനിക്കറിയില്ല. ഓക്കെ, ഇത് നോക്കിയേ, ഇവിടെ ബെസ്റ്റ് ഒരു സ്പോട്ട് ഉണ്ട് കേട്ടോ. ഇപ്പം വീണേനെ. ഇതൊരു ഗ്രൗണ്ട് പോലെ ഉണ്ട്. നമ്മുടെയൊക്കെ നാട്ടിലായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും ഇത് നമ്മൾ ഫുട്ബോൾ കളിക്കാനായിട്ട് ഉപയോഗിച്ചേനെ. ഈ ഒരു സെൻറ്ററിൽ അടിപൊളി ഒരു ഗ്രൗണ്ടാണ് അത്. ഈ ഒരു ലൊക്കേഷൻ നിങ്ങൾ നോക്കി, ജസ്റ്റ് ഈ മലകളുടെയൊക്കെ, ഈ കാണുന്ന ഈ മലകളുടെയും അതേപോലെ ആ ഒരു വ്യൂ നോക്ക്. ആ വ്യൂവിൻ്റെയും സെൻറ്ററിൽ, ആ ഒരു സെൻറ്ററിൽ ഈ ഒരു കാട്ടിലാണ് ഈ ഒരു ഗ്രൗണ്ട് ഉള്ളത്. ഒരു രക്ഷയില്ലാത്തതാണ്. എനിക്ക് അങ്ങോട്ട് ഇറങ്ങണമെന്നുണ്ട്, പക്ഷേ ഫുള്ള് ബ്ലോക്കാണ്. അടിപൊളിയാണ്. നമ്മളായിരുന്നു ഇവിടെയൊക്കെ ആയിരുന്നെങ്കിൽ നമ്മുടെ നാട്ടിൽ ഒന്ന് ഓർത്ത് നോക്കിയാൽ, നമ്മൾ വൈകുന്നേരം പാട് എല്ലാ ഫ്രണ്ട്സും വന്ന് ഫുട്ബോൾ കളിക്കുന്ന ആ ഒരു ഫീല്, അത് ഈ ഒരു വ്യൂവിൽ അതൊന്നും പറയാനുണ്ടാവില്ലല്ലേ. ഏറെ മൂടാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് താഴത്തേക്ക് ഇറങ്ങുവാണ്. ഇത് കണ്ടില്ലേ, നമ്മൾ താമസിച്ചിരുന്ന റൂമിൻ്റെ അവിടെ നിന്ന് കുറച്ച് ഫ്രണ്ടിലേക്ക് വന്നു കഴിയുമ്പോൾ ഉള്ളൊരു ചെറിയൊരു പുഴയാണ്. ഇവിടെ എനിക്ക് തോന്നുന്നത് സോപ്പും കാര്യങ്ങളൊക്കെ ഇരിക്കുന്നുണ്ട്. ഇവിടെ വന്ന് കുളിക്കാറുണ്ടെന്ന് തോന്നുന്നു ആൾക്കാർ. ഇതറിഞ്ഞിരുന്നെങ്കിൽ ഉറപ്പായിട്ടും രാവിലത്തെ ഒരു കുളി ഇവിടെ ആക്കുമായിരുന്നു. എന്തായാലും അത് മിസ്സാണ്. വെള്ളം നല്ല സൂപ്പർ ക്ലിയറായിട്ട് കിടക്കുന്നു. ഒന്നും പറയാനില്ല, വേറെ ലെവല്. കുറച്ച് നേരം നോക്കി ഇതിൻ്റെ സൗണ്ടൊന്നും ആസ്വദിക്കും. ആ ഒരു മരങ്ങളുടെ പ്രത്യേകത ശ്രദ്ധിച്ചു. അതായത് ഇവിടെ നോക്കി കഴിഞ്ഞാൽ ആ ഒരു റെഡ് കളറിൽ പൂ നിൽക്കണ കാണാം. അതിൻ്റെ തൊട്ട് പുറകെ നിൽക്കുന്നത് ഒരു പിങ്ക്, ഒരു ലൈറ്റ് പിങ്ക്. പിന്നെ ആ മരത്തിനാണെങ്കിൽ ജസ്റ്റ് കട്ട നല്ല ഹാർഡ് ഗ്രീൻ കളറ്. ആ ഒരു കണ്ടില്ലേ, അതിൻ്റെ ഒരു ഭംഗി, അതിൻ്റെ കൂടെ ആ ഒരു ചില്ല മരങ്ങൾ, ഒന്നും പറയാനില്ല കേട്ടോ. വേറെ ലെവലാണ്. ഒരു രക്ഷയില്ലാത്ത സ്പോട്ടാണ് കേട്ടോ. ഓക്കെ, ഗൈസ്, പണിപാളി. നമ്മുടെ വഴി ഒരാൾ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. നോക്കാം നമുക്ക്. ആളെന്തായാലും അങ്ങോട്ട് പോയിട്ടുണ്ട്. ശരിക്കും ഇവിടെ കൂടി എനിക്ക് ഇറങ്ങാവുന്നുണ്ടായിരുന്നുള്ളൂ. ഞാൻ വണ്ടി ശരിക്കും അവിടെ കൊണ്ടുപോയി വെച്ചിട്ടാണ് വന്നിട്ടുള്ളത്. അതെ, കമ്പനിയാന്ന് തോന്നുന്നു. അങ്ങോട്ടാണ് ഞാൻ വണ്ടി ഓടിച്ച് ഇറക്കിയത്. എന്തായാലും ആ ഒരു സ്ഥലം ഒന്നും പറയാനില്ല കേട്ടോ. ഇവിടുത്തെ പിള്ളേരൊക്കെ എത്ര ഭാഗ്യം ചെയ്തവരെന്ന് എങ്ങനെ പറയാനെന്നല്ല, നീ എന്ത് പറയാനാണ്. അത്ര അടിപൊളിയാണ് ഇപ്പം ഞാൻ പോയ ഒരു സ്ഥലം. കാരണം അവിടെ വൈകുന്നേരമുള്ളൊരു ഫുട്ബോൾ കളി, അതൊരു ഫീല് തന്നെ ആയിരിക്കും, ഉറപ്പാണ്. അതിനുശേഷം ആ താഴത്തുള്ള ആ ഒരു ചാനൽ അല്ലേ, ആ ഒരു പുഴയിൽ ഇറങ്ങിയിട്ടുള്ളൊരു കുളി, അത് വേറൊരു ഫീലായിരിക്കും.
കാടുകൾക്കിടയിൽ ഓരോരോ കളറ് പൂക്കളും അതേപോലെ പലതരത്തിലുള്ള മരങ്ങളൊക്കെ നിൽക്കുന്ന കാണുമ്പോൾ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ്. നമ്മൾ ഫുട്ബോൾ ഗ്രൗണ്ടിന്റെ കാര്യം പറഞ്ഞു വന്നില്ല. ദേ അതിനേക്കാളും ബെസ്റ്റ് സ്പോട്ട് ഒന്നും പറയാനില്ല. അവിടെ എങ്ങനെയാണ് പോകേണ്ടതെന്നൊന്നും ഏതൊരു വഴി ഉണ്ടായിരുന്നെങ്കിൽ, വഴി അറിയാമായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും ആ ഒരു ഗ്രൗണ്ടിൽ ഞാനിപ്പോൾ പോയേനെ. അതുമാത്രമല്ല, ഇന്നലെ സ്റ്റേ ചെയ്തപ്പോൾ വൈകുന്നേരം ജസ്റ്റ് ഇവിടെ ഒന്ന് വരേണ്ടതായിരുന്നു. ആരെങ്കിലുമൊക്കെ ഉണ്ടാകുമെന്ന് അറിയില്ല, ഇവിടുത്തെ ലോക്കൽസ് ഉണ്ടോ. അങ്ങനെയാണെങ്കിൽ ഞാനേ കുറച്ച് ലോക്കൽ ഏരിയയിലേക്ക്, നമ്മുടെ മെയിൻ റോഡ്, അതായത് നമ്മൾ പോകേണ്ട റൂട്ട് അങ്ങനെയാണ്. ഈ ഒരു റൂട്ടിൽ കൂടിയിട്ട് ഞാനൊരു ചെറിയ റോഡുണ്ട്. ആ റൂട്ടിൽ കൂടി വരുമ്പോൾ ഇവിടെ കുറച്ച് താമസക്കാരൊക്കെ ഉണ്ട് കേട്ടോ. ലോക്കലാണ്, എന്തെങ്കിലും ചീത്ത പറയുമെന്ന് അറിയില്ല. വീഡിയോ ഷൂട്ടിങ് ജസ്റ്റ് ലോക്കൽസ് ഏരിയ ആണ് കേട്ടോ. പിള്ളേർ ഇവിടെ താമസിക്കുന്ന ആൾക്കാരുണ്ട്. അടിപൊളിയല്ലേ ഇത് നോക്കിക്കേ. ഈ ഒരു ഏരിയ, ഈ മല, അതാണ് വ്യൂ എന്ന് പറയുന്നത്. അത്രയും ഹൈറ്റിൽ അത് മേഘങ്ങൾ പാസ് ചെയ്യണം നല്ലപോലെ കാണാൻ കേട്ടോ. അതിൻ്റെയും ഈ ഒരു മലയുടെയും സെൻറ്ററായിട്ടാണ് ഇവർ താമസിക്കുന്നത്. കണ്ടില്ലേ, ഇവിടെ നിന്ന് അങ്ങോട്ട് കുറച്ച് വീടുണ്ട്, ഇവിടെയും വീടുണ്ട്. അതുമാത്രമല്ല, അവരാ ചുറ്റിനും ഇവിടെ ഒരു ഫാമിലി, അതായത് ഒരു കോളനി പോലെ താമസിക്കുന്നതിൻ്റെ ഫ്രണ്ടിൽ, തൊട്ട് ഫ്രണ്ടിലെ കാഴ്ചയാണ് ഈ കാണുന്നത്. കണ്ടില്ലേ, നല്ല പ്യൂർ വാട്ടർ, ഒരു രക്ഷയില്ലല്ലേ. അതുവഴിയൊക്കെ അവർ ഇറങ്ങാറുണ്ടെന്ന് തോന്നുന്നു. ആ വഴി ഇറങ്ങിയിട്ട് അവർ കുളിക്കാറും ആവശ്യത്തിന് വെള്ളം എടുക്കുന്നത് അതായിരിക്കാം. പിന്നെ ഓരോ വീട്ടിൽ പൈപ്പും കാര്യങ്ങളൊക്കെ നിൽപ്പുണ്ട് കേട്ടോ. നമുക്ക് ജസ്റ്റ് ഒന്ന് വെറുതെ അങ്ങോട്ടൊന്ന് പോയി നോക്കാം. ചിലപ്പോൾ ചീത്ത പറയുമെന്ന് അറിയില്ല. ചെടിയൊക്കെ നല്ല അടിപൊളിയായിട്ട് വെട്ടി ഒതുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. പൊതുവെ ആരെ കാണുന്നില്ല. ഒരു അമ്മ ഇവിടെ നിൽക്കുന്നുണ്ട്. അയ്യമ്മോ, പേരെന്തുവാ? പേരെന്താ? ആഹാ, ജോലിയില്ല ഇന്ന്? എന്താണമ്മ ജോലി ഇവിടെ? ഇവിടെ ഒരു ജോലിയില്ല. ജോലി എവിടെ? നാട്ടിക്ക് പോണോ? ആ, ഇത് സ്വന്തം വീടാ? സ്വന്തം വീടാ? കമ്പനി വീട്. ആഹാ, എന്താ കമ്പനി? തേയില കമ്പനി. ആഹാ, ഓക്കെ. ഇത് ഇവിടുത്തെ പണിക്കാർക്ക് വേണ്ടിയിട്ട് കമ്പനികൾ വെച്ച് കൊടുത്തിട്ടുള്ള വീടാണ്. അവരിവിടെ താമസിക്കുക, ഇനി നാട്ടിൽ പോവുക കേട്ടോ. അതാണ് സംഭവം. ഓക്കെ, എന്തായാലും സ്പോട്ട് എനിക്ക് അടിപൊളിയായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഓക്കെ, സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ 11 മണിയായി. ഇങ്ങനെ പോയാൽ നമ്മൾ നമ്മുടെ ടാർഗറ്റായിട്ടുള്ള സ്ഥലങ്ങളൊന്നും കവർ ചെയ്യാൻ പറ്റില്ലെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം പോകുന്നിടത്തൊക്കെ വ്യൂ ആണ്. അതായത് ഞാൻ ഇതുപോലത്തെ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഫീലിങ്സാണ്, അല്ല വ്യൂസാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടിട്ടാണ് എനിക്ക് കൂടുതലും ഫേമസ് ആയിട്ടുള്ള സ്ഥലങ്ങളിലേക്ക് എത്തും മുമ്പ് ഞാനിങ്ങനെ ഓരോരോ സ്ഥലങ്ങളിലേക്ക് കയറി പോകുന്നത്. ഇതിപ്പോൾ ഇവരുടെ താമസിക്കുന്ന ലോക്കൽ റോഡിലേക്കാണ് ഞാൻ ഈ കയറിയിട്ടുള്ളത്. ഈ ആയിരിക്കുന്നതൊക്കെ ഇവിടുത്തെ കമ്പനികളിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. അവർക്ക് വേണ്ടിയിട്ടുള്ള ഷെഡും കാര്യങ്ങളും ഓരോ കമ്പനിക്കാർ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ളതാണ് ഇത്. ഞാൻ അമ്മയോട് ചോദിച്ചപ്പോൾ പണിയില്ല എന്നാണ് കേട്ടോ പറഞ്ഞത്. പക്ഷെ ഇവിടെ ഒരു അമ്പലം കാണാം. അമ്പലമാണ്, നോക്കിയേ ഗൈസ്, ചെറിയൊരു അമ്പലം ഇവർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ഓക്കെ,
ചോദിച്ചായിരുന്നല്ലോ വന്നപ്പോൾ. തിരിച്ചു പോയപ്പോൾ അവന് മനസ്സിലായി, ആളെ മനസ്സിലായതുകൊണ്ട് അവൻ അതിന് പുറത്ത് വിട്ടു. കണ്ടില്ലേ, ഈ ഒരു ലോക്കൽ റോഡിൽ കൂടിയാണ് ഞാൻ കയറിയിട്ടുള്ളത്. അവരുടെ വീട്ടിലേക്ക് പോകുന്ന വഴിയാണിത്. ശരിക്കും കണ്ടപ്പോൾ എനിക്കൊന്ന് കയറാൻ തോന്നുന്നു. ഈ ഒരു വഴിയിൽ കൂടി മേളിലേക്ക് പോയാലും എങ്ങനെയുണ്ടെന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. മൂന്നാറിൽ നിന്ന് കുറച്ച് കാന്തല്ലൂർ നമ്മൾ പോകുന്ന വഴിയിൽ കാണുന്ന കാഴ്ചകളൊക്കെയാണ് ഞാൻ ഈ കവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നോർമലി കറക്റ്റ് ഫേമസ് ആയിട്ടുള്ള പോയിന്റുകളിലേക്കൊന്നും ഞാൻ എത്തിയിട്ടില്ല ഇതുവരെ. അതായത് ഈ ഒരു ബൈക്ക് റൈഡിൽ ഇങ്ങനെയുള്ള കാഴ്ചകൾ, ഇതുപോലത്തെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ആസ്വദിക്കുക എന്നുള്ളതാണ് കേട്ടോ. ഞാനവിടെ നേരത്തെ ഒരു ഗ്രൗണ്ട് കണ്ടപ്പോൾ ഗ്രൗണ്ടിൽ ഇറങ്ങി അതുപോലെ ഫീൽ ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ എൻ്റെ ലക്ഷ്യം. ഇതുവഴി നടന്നു പോയി കഴിഞ്ഞാൽ അത്യാവശ്യം ആ ഒരു ഏരിയയിലെത്തും. പക്ഷേ ഒറ്റക്ക് പോകാനായിട്ട് എനിക്ക് നല്ല പേടിയുണ്ട്. കാരണം ഇവിടുത്തെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് പറയാൻ പറ്റത്തില്ല. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ആ താഴത്തുകൂടി പോകുന്ന ആ ഒരു പുഴയും നമ്മൾ കവർ ചെയ്യാൻ പോകുന്ന ഒരു പാലവും നല്ലതുപോലെ കാണാം. ഓക്കെ, ഞാനിപ്പോൾ ഈ നിൽക്കുന്നതും അതും തമ്മിലുള്ള ഹൈറ്റ് നോക്കിയേ. അപ്പോൾ ഞാൻ അവിടെ എങ്ങാനുമാണ് കയറുന്നതെങ്കിൽ ഒന്നും പറയാനില്ല. വലിയ ഡേഞ്ചറല്ലാത്ത വഴിയിലൂടെയൊക്കെ വലിയ റിസ്ക് ഒന്നും ആ മലയിൽ ഉണ്ടാവാൻ സാധ്യതയില്ല. വല്ല പുലിയോ ആനയോ അങ്ങനെയൊന്നും ഉണ്ടാവാൻ സാധ്യതയില്ല. നമ്മൾ കയറുന്ന റിസ്ക് മാത്രമേ ഉണ്ടാവുള്ളൂ എന്ന് തോന്നുന്നു. ഒരു ദിവസം വന്നൊരു മല സ്പോട്ട് ചെയ്യണമല്ലോ. സ്പോട്ട് ചെയ്തിട്ട് ലോക്കൽ സപ്പോർട്ടോടു കൂടി അങ്ങനെയല്ല, വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത മല നൈസായിട്ട് കയറി ഫിനിഷ് ചെയ്യണമല്ലോ. ഓക്കെ, ചെറിയ ലോക്കൽ റോഡിന്, അതായത് ഈ കമ്പനിക്കാർ, ഇതാണെന്ന് തോന്നുന്നു എനിക്ക് തോന്നുന്നു കമ്പനി, ഈ കമ്പനിയിലെ ജോലിക്കാർക്ക് വേണ്ടിയിട്ട് കെട്ടിക്കൊടുത്തിട്ടുള്ള വീട്ടിലെ വ്യൂ ആണ് നമ്മൾ കണ്ടത്. പോയി അവരുടെ താമസ സ്ഥലവും അതൊക്കെയാണ്. എന്തായാലും നല്ലതുപോലെ വെള്ളവും നല്ല ഗുഡ് ക്ലൈമറ്റും ഒക്കെ ഉള്ള, ക്ലൈമറ്റിൻ്റെ കാര്യമല്ല, വെള്ളം ആവശ്യത്തിന് വരുന്ന നല്ലൊരു സ്ഥലത്താണ് അവർ വീട് നിൽക്കുന്നത്. ഇത് ഗവൺമെൻറ് സ്കൂളിലേക്ക് പോകുന്ന വഴിയാണെന്ന് തോന്നുന്നു കേട്ടോ. UP സ്കൂൾ കന്നിമാലൈ. ഓക്കെ, ഇവിടെ ഒരു ഇതുണ്ട്. എന്നോട് ചോദിച്ചു നോക്കാം. അണ്ണാ സ്കൂളത് സ്കൂളത് ഡ്രൈവിംഗ് വീഡിയോ ആ, ഇത് ലോക്കൽസ് ഏരിയ, പ്രൈവറ്റ് ഏരിയ. ഓക്കെ 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 ഓക്കെ. അവിടെ ഒരു ഗവൺമെൻറ് സ്കൂളുണ്ട്. അത് എനിക്കൊന്ന് ജസ്റ്റ് കാണണമെന്നുണ്ടായിരുന്നു. അതുകൊണ്ടിട്ടാണ് നമ്മൾ അങ്ങോട്ട് പോകാൻ പറ്റുമെന്ന് ചോദിച്ചത്. ഈ ഒരു കാടിനുള്ളിലൊരു സ്കൂള്, അവിടുത്തെ കുട്ടികൾ അവരുടെ പഠിത്തം രീതികൾ അല്ലേ പറ്റിയിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നു. ഒന്നും പറയാനില്ല, കുഴപ്പമില്ല. കടന്നലാണെന്ന് എനിക്ക് തോന്നുന്നു. ഒരു കൂട്ടം കടന്നലുണ്ടായിരുന്നെന്ന് തോന്നുന്നു. ഞാൻ കണ്ണടച്ചാണ് വണ്ടി ഓടിച്ചത്. മിക്കവാറും ആ ഒരു ഓട്ടോയിൽ പോയി ഇടിക്കേണ്ടതായിരുന്നു. വണ്ടിയാണെങ്കിൽ അവിടെ നിർത്തി കൊടുക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. നിർത്തിയിട്ടുണ്ടെങ്കിൽ അതെല്ലാം എന്നെ പൊതിഞ്ഞിട്ടുണ്ടായേനെ. കടന്നലാണോ എന്ന് എനിക്കറിയില്ല. കടന്നലായിരിക്കും, അതാണ് അങ്ങനെ കിടന്ന് എല്ലാം കൂട്ടത്തോടെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതുമാത്രമല്ല, അവിടെ നിർത്തിക്കോ, എൻ്റെ ഹെൽമെറ്റിലൊക്കെ തട്ടിത്തെറിച്ച് പോകുന്നുണ്ടായിരുന്നു. ഏലത്തോട്ടത്തിൻ്റെ അടുത്ത് കൂടിയുള്ളൊരു റൈഡാണ് തൊട്ടടുത്ത്. ഓക്കെ, പ്ലാസ്റ്റിക് ഒന്നും ഇവിടെ ഇടരുതെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ഏറ്റവും മനോഹരമായിട്ട് സൂക്ഷിക്കാനാണ് പറയുന്നത്.
ഫോട്ടോ ലൈക്കിങ്. ആ ഒരു വണ്ടി നോക്കി, ഇവിടുത്തെ ലോഡ് കൊണ്ടുവരുന്ന ട്രാക്ടറാണെന്ന് തോന്നുന്നു. പക്ഷെ ഈ ഒരു സ്പോട്ടിന് പറ്റിയൊരു വണ്ടി അല്ലേ, ഈ ഒരു സ്ഥലത്തിന് ഈ ഒരു വ്യൂവില് പറ്റിയൊരു വണ്ടി. നല്ല രീതിക്ക് ഇവിടെ നിന്ന് വെള്ളം ഒഴുകുന്നുണ്ട് കേട്ടോ. നല്ലൊരു വെള്ളച്ചാട്ടം ഉണ്ടെന്ന് തോന്നുന്നു. നല്ലൊരു വ്യൂ പോയിന്റ് ആണ്. വണ്ടി നിർത്തിയാൽ കൊള്ളാം. ആനപ്പാറ, ഞാൻ വെറുതെ പറഞ്ഞു കേട്ടോ. ആനയുടെ ഒരു ലുക്കൊക്കെ ഉണ്ട് കണ്ടിട്ട്, അതുകൊണ്ട് അങ്ങനെ പറഞ്ഞു. ഹോസ്പിറ്റൽ ഓക്കെ. ഇവിടുത്തെ ഹോസ്പിറ്റലാണ് കേട്ടോ ഇത്. നോ പാർക്കിംഗ്. നോ പാർക്കിങ്ങിൻ്റെ അടുത്താണ് ഞാൻ വണ്ടി വെച്ചിരിക്കുന്നത്. കുഴപ്പമില്ല, തൊട്ടിപ്പുറത്തൊക്കെ വണ്ടി വെച്ചിട്ടുണ്ട്. ആരും ഇല്ലെന്നാണ് തോന്നുന്നത്. നമുക്ക് ജസ്റ്റ് ഒന്ന് വെറുതെ ഒന്ന് കയറാം. ഇതാണ് നമ്മുടെ മൂന്നാറിലെ ഹോസ്പിറ്റൽ. എന്തായാലും വെറുതെ ഡോക്ടർമാരെ ഒന്നും നമ്മൾ ശല്യപ്പെടുത്തുന്നില്ല കേട്ടോ, അനാവശ്യമായിട്ട്. ഈ ഹോസ്പിറ്റലിൻ്റെ ഫ്രണ്ടിൽ നിന്നുള്ളൊരു വ്യൂ നോക്കി, അത് കണ്ടു. ആ മലകളിലാണെങ്കിൽ മൊത്തം കോടകൾ ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ആ മലയുടെ അവിടെ കൂടി വെള്ളം ഒഴുകുക, അതായത് വെള്ളച്ചാട്ടമാണ്. ചെറിയ രീതിയിലുള്ള വെള്ളച്ചാട്ടമാണെന്ന് തോന്നുന്നു. ആ ഒരു തിളങ്ങി കാണുന്നത് കേട്ടോ, നല്ല തിളക്കത്തിൽ നോർമലായിട്ട് ഇങ്ങനെ വീണുകൊണ്ടിരിക്കുകയാണ്. എനിക്കൊന്ന് താഴത്തേക്കുള്ള ആ ഒരു ഏരിയയിലൊക്കെ ആയിരിക്കും അത്. കാണാൻ പറ്റാൻ വഴിയില്ല. താഴത്തേക്കൊരു പാലമുണ്ട്. ഇല്ല, അവിടെ ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട്. അതുവഴി കയറി കഴിഞ്ഞാൽ അതേപോലത്തെ കമ്പനികളുടെ ആളുകൾക്ക് താമസിക്കുന്ന റൂമുകളുടെ ആ ഏരിയയിലേക്ക് നമുക്ക് എത്താൻ പറ്റും കേട്ടോ. പക്ഷെ അതൊരു സ്പോട്ടാണ് കേട്ടോ. അതിൻ്റെ സെൻറ്ററിൽ കൂടി, നമ്മുടെ തേയിലത്തോട്ടത്തിൻ്റെ നടുക്കൂടി നമുക്ക് നടക്കാൻ പറ്റും. പക്ഷേ ഹോസ്പിറ്റലിൽ എന്തായാലും ആരുമില്ല. അത്യാവശ്യം ഈ ഒരു സ്പോട്ട് ലൊക്കേറ്റ് ചെയ്ത് വെച്ചേക്കാം. എന്തെങ്കിലും അത്യാവശ്യം വന്നാൽ ഓടി വരാമല്ലോ ഇവിടെയൊക്കെ വരുന്ന ആൾക്കാർക്ക്. ഓക്കെ, നമ്മൾ അവിടെ നിന്ന് അങ്ങനെ വണ്ടി എടുത്തിട്ടുണ്ട്. ഇതെന്തുവാണ്, പള്ളി. റൈറ്റ് സൈഡിലായിട്ടൊരു ചെറിയ പള്ളിയുണ്ട് കേട്ടോ. തൊട്ടിപ്പുറത്തായിട്ടൊരു അമ്പലവും പള്ളിയും കൂടി. ഓക്കെ, ഒരു ലോക്കൽ റോഡ് കൂടി കാണാം. എന്തായാലും ഞാൻ അങ്ങോട്ട് കയറുന്നില്ല, സോ റിസ്ക് ആയിരിക്കും. ബ്ലോക്കിലാണ്. ചെറിയ ചെറിയ ലോക്കൽസ് വഴികൾ ഇപ്പം ഇതേപോലെ കാണുന്ന സ്ഥലത്തേക്ക് കയറി പോവാനായിട്ട് വേലികൾ കെട്ടി അടച്ചു വെച്ചിരിക്കുകയാണ് കേട്ടോ അവര്. ഇവിടെ കൂടി യാത്ര ചെയ്യും വേണ്ടല്ലോ. സോറി,
ഇവിടെ കൂടി യാത്ര ചെയ്യുമ്പോൾ പ്രത്യേക ഒരു സുഖം തന്നെയാണ്. അത് വെറുതെ ആരും പറയണതല്ല, ഇത് അനുഭവിക്കുമ്പോൾ അത് മനസ്സിലാവും. കാരണം എന്താ പറയുക, ഇത്രയും മനോഹരമായിട്ടുള്ള ഈ ഒരു ഏരിയയുടെ സെൻറ്ററിൽ കൂടിയിട്ട് ഇത്രയും ക്ലിയർ ആയിട്ടുള്ള ആ ഒരു റോഡിൽ കൂടിയിട്ട് റൈഡ് ചെയ്തുകൊണ്ടിരിക്കുക എന്ന് പറയുന്നത് മനസ്സിനത് നല്ലൊരു കുളിർമ തന്നെ തരുന്ന കാഴ്ച കേട്ടോ. ഓക്കെ, ഈ ലോറിയിൽ നിന്ന് നമ്മൾ ഒരു തവണ ഓവർടേക്ക് ചെയ്തതാണ്. നമ്മൾ പ്രാന്ത് മൂത്ത് ഓരോ സ്ഥലത്തേക്ക് ഓടിക്കയറുമ്പോഴത്തേക്കും വീണ്ടും ഫ്രണ്ടിൽ വന്നു. അങ്ങോട്ട് വന്നപ്പോൾ ചെറിയ രീതിയിൽ തണുപ്പുണ്ട്, തണുത്ത കാറ്റുണ്ട്. എന്നാലും മൂന്നാറിൻ്റെതായിട്ടുള്ള തണുപ്പൊന്നും ഇപ്പോൾ ഫീൽ ചെയ്യുന്നില്ല. ഈ ഒരു സമയം ആയതുകൊണ്ടായിരിക്കാം. ആ ഗ്രീൻ ബ്യൂട്ടി, ആ കുട്ടിയല്ല ഞാൻ പറഞ്ഞത്, മൂന്നാറിലെ ഈ തേയിലത്തോട്ടങ്ങളെയാണ് പറഞ്ഞത്. ഗ്രീൻ ബ്യൂട്ടി, സോറി ബ്യൂട്ടി. നമ്മൾ കുറച്ച് ഉയരത്തിലേക്ക് പോകുമ്പോഴും തണുപ്പ് കൂടിക്കൂടി വരുന്നുണ്ട് കേട്ടോ. നല്ല രീതിയിൽ ക്ലൈമറ്റിന് വ്യത്യാസം വരുന്നുണ്ട്. ആ സൈഡ് ചേർത്താണ് നമ്മൾ അധികം എടുക്കുന്നത്, അതുകൊണ്ട് തന്നെ വലിയ സീനില്ല. നല്ല രീതിക്ക് കാറ്റടിക്കുന്നുണ്ട്, നിങ്ങൾക്ക് വീഡിയോയിൽ അത് മനസ്സിലാവും. മൈക്കില്ലാത്തത് കൊണ്ട് തന്നെ സൗണ്ട് ക്വാളിറ്റി നല്ല ബോറായിരിക്കും എന്നറിയാം.
ഇത് നോയിക്കേ, നല്ല രീതിക്ക് കോട ഇറങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിക്ക് കോട ഇറങ്ങിയിട്ടുണ്ട്. എന്തോ എവിടെയാണത്? എവിടെയാണ് അല്ലെ? ഈ ഒരു സ്പോട്ടിൽ കൂടി നല്ലൊരു കിടിലൻ അമ്പലം എന്ന് പറഞ്ഞാൽ കിടിലൻ അമ്പലം. സൈഡിലുള്ള ഒരു മരമുണ്ട്. ഇത് ഞാനവിടെ വന്നപ്പോൾ തന്നെ കാണിച്ചിട്ടുണ്ടായിരുന്നു ഈ മരത്തിനെ കുറിച്ചിട്ട്. ഇതാണ് അമ്പലത്തിൻ്റെ ഫ്രണ്ട് വശം. അപ്പോൾ ആ ഒരു അമ്പലത്തിൻ്റെ